ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസണാണ്. അപ്പോൾ വീട്ടിൽ എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം പഴുപ്പേ ആയിട്ടുള്ളൂ. ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 5 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട്, ഇത് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവുമല്ലോ, ആദ്യം നമുക്ക് ഇത് പഞ്ചസാരയും കൂട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാഷൻ ഫ്രൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടിയ കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണെങ്കിൽ കുറക്കുക പഞ്ചസാര. നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് കൂട്ടുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മധുരം നോക്കുക, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് പാഷൻ ഫ്രൂട്ട് ഒന്ന് തിളച്ച് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് 1/2 ലിറ്റർ പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പോലും മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിർബന്ധമല്ല, ചേർത്താൽ ഒരു ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ പാൽ തിളപ്പിക്കുക. എന്നാൽ പാലൊന്ന് കുറുകിയിട്ടാണ് അത് തിളച്ച് വരിക കേട്ടോ. നമുക്ക് മധുരം ഒന്ന് നോക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മധുരം വേണ്ടി വരും കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഇപ്പോൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പൊന്നും ചേർത്ത് പോകരുത്. ഈ ചൂടിൽ തന്നെ അത് പിരിഞ്ഞു പോകും കേട്ടോ പാൽ. അപ്പോൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പാലിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാൽ നന്നായി തിളച്ച് വന്നാൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാലിൻ്റെ തീ ഓഫ് ചെയ്തു. പാൽ വാങ്ങി വെക്കുകയാണ്. ഇനി അടുപ്പിൽ ഞാൻ മറ്റൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ചൈന ഗ്രാസ് ആണ് പുഡിങ് സെറ്റാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒരു 10 മിനിറ്റ് ചൈന ഗ്രാസ് കുതിർത്തെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചൈന ഗ്രാസ് നമുക്ക് മെൽറ്റാക്കി എടുക്കണം. നമ്മൾ സാധാരണ പുഡിങ് ഉണ്ടാക്കുമ്പോൾ നോർമലി ഒരു പുഡിങ്ങിന് പാലും ചൈന ഗ്രാസും ഒപ്പാണ് മെൽറ്റാക്കാറ്. പക്ഷേ ഇത് പാൽ തിളപ്പിച്ച് എടുത്തു വെച്ച ശേഷം ചൈന ഗ്രാസ് മെൽറ്റാക്കിയാൽ മതി. അപ്പോൾ ചൈന ഗ്രാസ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിയിട്ടൊന്ന് മെൽറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പാക്ക് പാലിന് 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ പാലിലേക്ക്, ഇപ്പോൾ പാൽ അത്യാവശ്യം ചൂടുണ്ട്. ഈ ചൂടിൽ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുക. ഒരു അരിപ്പയിലൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതാവട്ടോ നല്ലത്. ഞാനിപ്പോൾ അരിപ്പ എടുത്തിട്ടില്ല. ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്ത് പാടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ പാൽ ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് കുറച്ച് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ പാൽ നന്നായിട്ട് ചൂടാറിയിട്ടേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും. നല്ല പുളിയുള്ള സാധനമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതും കുറച്ച് ചേർത്താൽ മതി, കൂടുതലൊന്നും ചേർക്കേണ്ട. ജസ്റ്റ് ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് സെറ്റാവാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് കുറച്ച് സമയം പുറത്ത് വയ്ക്കുക. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പൾപ്പ് ഉണ്ടല്ലോ, പഞ്ചസാരയും കൂട്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ പൾപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പുഡിങ്. പുളിയും മധുരം എല്ലാം കൂടി ഒരു ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് പുഡിങ് റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പുഡിങ് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പുഡിങ്. പുളിയും മധുരം എല്ലാം കൂടി വരുന്ന ഒരു ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉള്ളവരൊന്നും ഉണ്ടാക്കി നോക്കുക മറക്കാതെ. ഇനി നിങ്ങൾക്ക് ചൈന ഗ്രാസ് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം കോൺഫ്ലവർ യൂസ് ചെയ്തിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, സെറ്റാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ പുഡിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.